എവരിബഡി എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഇയർ, അതായത് സെക്കൻഡ് സെമസ്റ്റർ ഫിസിക്സിൽ ലാസ്റ്റ് നിൽക്കുന്ന ഒരു ചെറിയ മോഡ്യൂൾ, ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിലായിട്ട് നമുക്കത് ചെയ്ത് കുറച്ച് ഓരോ ദിവസവും കുറച്ചാണ് പഠിക്കുന്നത്. വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ സ്ലൈഡിൽ കാണുന്നത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കണം. ഞാൻ പറയുന്നത് ആദ്യം ശ്രദ്ധിക്കണം, അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നോട്ടായിട്ട് എഴുതിയെടുക്കണം. വളരെ സ്ലോ ആയിട്ടാണ് ഇത് പോകുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അതിനുശേഷം നിങ്ങളത് നോട്ട് ഡിറ്റക്റ്റ് ചെയ്യുക. ദ ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പുതിയതാണ് എങ്കിലും നമ്മളെല്ലായ്പ്പോഴും മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യുന്നതാണ്. ഫിസിക്സ് പഠിക്കുമ്പോൾ വളരെ എസെൻഷ്യലായിട്ടുള്ള ഒന്നാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഫിസിക്സിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ചെയ്തത് നിങ്ങൾ ഓർത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ അതിനെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷനാക്കി മാറ്റണം. അങ്ങനെ മാറ്റുന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് മാത്തമാറ്റിക്കൽ മോഡൽ. അതിനുശേഷം യൂസിങ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് നമ്മൾ ഇക്വേഷനുകൾ സോൾവ് ചെയ്യുന്നു ആൻഡ് വി ഗെറ്റ് എ ഫൈനൽ റിസൾട്ട് ആൻഡ് അഗെയിൻ വി ഇൻ്റർപ്രറ്റ് ദാറ്റ് റിസൾട്ട് ഇൻ എ ഫിസിക്കൽ മാനർ. അപ്പോൾ ഇതിനെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക, നോട്ടിൽ എഴുതണം. മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഇഫ് വി വാണ്ട് ടു സോൾവ് എ പ്രോബ്ലം ഇൻ ഫിസിക്സ്, we first have to formulate the problem as mathematical expression in terms of variables, functions and equations, and that expression is known as mathematical model of the given problem. And the process of setting up a model, solving it mathematically and interpreting the result in physical or other term is called a mathematical modeling, or briefly modeling. അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻ എന്ന് പറയുന്ന സംഭവം തന്നെയാണ് നമ്മൾ ഈ മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകാനായിട്ട് ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ രീതിയിൽ അത് കാണിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് വാട്ട് യു മീൻ ബൈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നൊരു ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് എഴുതിയതിന് ശേഷം ഈ ഒരു ഡയഗ്രവും കൂടി വെർട്ടിക്കലായിട്ട് വരയ്ക്കണമെന്നില്ല, ഹൊറിസോണ്ടലായിട്ട് ഒന്ന് വരച്ച് കാണിക്കുക. അതായത് ഒരു ഫിസിക്കൽ സിസ്റ്റം അതിനെ മാത്തമാറ്റിക്കൽ മോഡലാക്കി മാറ്റുന്നു, പറഞ്ഞാൽ ഇക്വേഷനാക്കി മാറ്റുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ സൊല്യൂഷനെ നമ്മൾ ഫിസിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ആൻഡ് നെക്സ്റ്റ് കൺസെപ്റ്റ്, ഈ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഒരു ഫിസിക്സിൽ നിങ്ങളതിനെ ഇക്വേഷനാക്കി മാറ്റുക എന്ന് പറയുന്നു. ഇപ്പോൾ ഫിസിക്സിലെ ഒരുവിധപ്പെട്ട എല്ലാ ക്വാണ്ടിറ്റികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ്സാണ്. അപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ മോഡൽ, അല്ലെങ്കിൽ ഞാൻ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ഇക്വേഷനകത്ത് ഡെറിവേറ്റീവുകളായിരിക്കും കയറി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ദ വെലോസിറ്റി is the first derivative of position v is equal to dx by dt is the mathematical model, and acceleration a is equal to d square x by dt square is another mathematical model. അതായത് ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തന്നെ നമ്മൾ മോഡലിലേക്ക് മാറ്റി കഴിയുമ്പോൾ, മാത്തമാറ്റിക്കൽ മോഡലാക്കി കഴിയുമ്പോൾ, ദാറ്റ് മോഡൽ ഓർ ദ ഇക്വേഷൻസ് അതിനകത്തൊക്കെ ഡെറിവേറ്റീവ്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സിമ്പിൾ സെൻസിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇൻവോൾവിങ് ഡെറിവേറ്റീവ്, ദേ ആർ നോൺ ആസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ, ഒന്ന് രണ്ട് ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനുകൾ നിങ്ങൾ നോക്കുക, ഡയഗ്രം നോക്കുക. ഫ്രീലി ഫോളിംഗ് ബോഡി, വെർട്ടിക്കൽ ഡിറക്ഷൻ ഞാൻ വൈ ഡിറക്ഷനായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം, ഫിസിക്സിൽ നമുക്ക് ഫിസിക്കലി അറിയാവുന്ന കാര്യം, ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ദ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. Acceleration means along vertical y direction is d square y by dt square, and the acceleration of freely falling body is a constant and we represent it as small letter g universally. Then y double dash or d square y by dt square is equal to g is the mathematical model of that physical situation. Another familiar examples, ഇതെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഓസിലേറ്റിംഗ് സ്പ്രിങ് അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ എൻഡിലുള്ള ഒരു മാസ് നോക്കുക. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ, കഴിഞ്ഞ വർഷം നമ്മൾ മെക്കാനിക്സ് 1 പഠിച്ചിട്ടുള്ളത് ഓർക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിന് ആ ഇക്വേഷനകത്ത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ വരുന്നുണ്ട്.
അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതുപോലെ തന്നെ ഒരു പാരച്യൂട്ടിൻ്റെ മോഷൻ എം വി ഡാഷ് ഈസ് ഈക്വൽ ടു എം ജി. എം വി ഡാഷ് എന്ന് പറയുന്നത് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്, അല്ല ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്, ഈസ് ഈക്വൽ ടു എം ജി മൈനസ് ബി വി സ്ക്വയർ. അത് മെക്കാനിക്സിൽ കൂടുതൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ബി വി സ്ക്വയർ എന്ന് പറയുന്നത് എയറിൻ്റെ റെസിസ്റ്റീവ് ഫോഴ്സാണ്. എനിവേ നമുക്കതൊരു പ്രോബ്ലം നമ്മൾ പുറകെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ ഫിഗറിൻ്റെ അടിയിൽ നിങ്ങൾ അതിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മളത് പുറകെ ഡിസ്കസ് ചെയ്യും. നിങ്ങളിപ്പോൾ ആ ഇക്വേഷൻ മാത്രം, അതായത് ഒരു ഫിസിക്കൽ സിറ്റുവേഷനെ അതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാക്കി മാറ്റിയിരിക്കുന്നത് നോക്കുക. ഇതൊന്നും നിങ്ങൾ വരയ്ക്കണമെന്നില്ല, 1-2 എക്സാമ്പിൾ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു LCR സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ഡെറിവേറ്റീവ് ആൻഡ് ദെൻ മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം that also consists of the derivative of the displacement of the angular displacement. അപ്പോൾ ഇതെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തി കഴിയുമ്പോൾ അതെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ വരുന്ന ഫിസിക്സിൽ ധാരാളം സിറ്റുവേഷനുകൾ ഉണ്ട് എന്നൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുന്നതിന് വേണ്ടി മാത്രം. ക്ലിയർ ആണല്ലോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ നമ്മൾ സാധാരണ കേസിൽ ഒർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മൾ യൂണിറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ഒർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഒർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു അൺനോൺ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു വേരിയബിളും അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ, സേ നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ എഴുതുന്ന y ഓഫ് എക്സ്, എക്സ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, വൈ ഡിപ്പെൻഡ് ഓൺ എക്സ്. അപ്പോൾ ഈ വൈ എന്ന് പറയുന്ന ഒരു വേരിയബിളും അതിൻ്റെ അല്ലെങ്കിൽ ഒരു അൺനോൺ ഫങ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും വരുന്ന ഇക്വേഷനുകളെ പറയുന്ന പേരാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു അൺനോൺ ഫങ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും, ഇനിയും അത് ഏത് അൺനോൺ ഫങ്ഷൻ ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വേരിയബിളും അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ ടേമിലുള്ള ഫങ്ഷനുകളും കോൺസ്റ്റൻറ്റ് മാത്രം വരുന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ശ്രദ്ധിക്കുക, സ്ലൈഡ് നോക്കുക. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ആൻ ഇക്വേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് വൺ ഓർ സെവറൽ ഡെറിവേറ്റീവ്സ് ഓഫ് ആൻ അൺനോൺ ഫങ്ഷൻ വിച്ച് വി യൂഷ്വലി കോൾ y ഓഫ് എക്സ്. ഇനി ഫിസിക്സിൽ y ഓഫ് എക്സിന് പകരം ചിലപ്പോൾ y ഓഫ് ടി എന്നായിരിക്കും, നമ്മൾ ടൈം ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് എക്സും എടുക്കാം. ദ ഇക്വേഷൻ മേ ഓൾസോ കണ്ടെയ്ൻ y ഇറ്റ്സെൽഫ്, നോൺ ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് കോൺസ്റ്റൻറ്റ്. അതായത് ഇക്വേഷനകത്ത് y കാണും, അതിൻ്റെ ഡെറിവേറ്റീവ് കാണും, അതുപോലെ തന്നെ എക്സിൻ്റെ നോൺ ഫങ്ഷൻ കാണും, കോൺസ്റ്റൻറ്റ് കാണും. അത് ഒന്നുകൂടി ക്ലിയർ ഓർക്കുക. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ഫങ്ഷൻ y, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ്, ആ എക്സിൻ്റെ മറ്റ് ഫങ്ഷനുകൾ കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ്. എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് y ഡാഷ്, അതായത് dy/dx ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഇവിടെ നോക്കുക, dy/dx ഉണ്ട്, അതുപോലെ തന്നെ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് കോസ് എക്സ്. രണ്ടാമത്തെ കൊടുത്തിരിക്കുന്ന മോഡൽ അഥവാ ഇക്വേഷൻ നോക്കുക, d²y/dx², അല്ല എങ്കിൽ y ഡബിൾ ഡാഷ് പ്ലസ് 9y ഈസ് ഈക്വൽ ടു e⁻²x. നിങ്ങൾ നോക്കുക, വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, പിന്നെ y ഉണ്ട്, y മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ്, പിന്നെ എക്സിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തത് നോക്കുക. മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് y ഡാഷ് ഉണ്ട്, y ട്രിപ്പിൾ ഡാഷ്, അതായത് d³y/dx³ ഉണ്ട്, dy/dxൻ്റെ സ്ക്വയർ ഉണ്ട്, ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ വരുന്നതെല്ലാം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ മറ്റൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്കുള്ള ആ ചേഞ്ച് നിങ്ങൾക്കറിയാം. ഇവിടെ y എക്സിൻ്റെ മാത്രം ഒരു ഫംഗ്ഷനാണ് എങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത് y ഒന്നിലധികം വേരിയബിളുകളുടെ ഫംഗ്ഷൻ ആയിരിക്കും. y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. അപ്പം y നിങ്ങൾക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിനും ടിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വൈയുടെ തന്നെ ഇക്വേഷനിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവും കാണും, വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മോഡലിൽ കാണും. സച്ച് ആൻ ഇക്വേഷൻ ഈസ് നോൺ ആസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, y എന്ന് പറയുന്ന ഒരു നോൺ ഫങ്ഷൻ, എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്വേഷനിൽ ആ വൈയും അതിൻ്റെ ഡെറിവേറ്റീവും എക്സും എക്സിൻ്റെ ഫംഗ്ഷനും കോൺസ്റ്റൻറ്റും മാത്രം വരും. അങ്ങനെ വരികയാണ് എങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് നമ്മൾ ഓർഡർ പറയുമ്പോൾ, അതായത് ഫസ്റ്റ് ഓർഡർ
ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൽ പറയുന്നതാണെങ്കിലും നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നതെന്ന് മാത്രം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൽ വൈയുടെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ്, അതായത് നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക, അതിനകത്ത് dy/dx ഉണ്ട്. അതേസമയം രണ്ടാമത്തെ ഇക്വേഷനകത്ത് d²y/dx², മൂന്നാമത്തതിൽ d³y/dx³ അപ്പോൾ ഒന്നാമത്തതിൽ വൈയുടെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. അതുകൊണ്ട് ഒന്നാമത്തതിനെ നമ്മൾ പറയും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ടാമത്തത് വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവാണ് ഏറ്റവും വലുത്, അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മൂന്നാമത്തേത് നോക്കുക, d³y/dx³ ഉണ്ടല്ലേ, y ട്രിപ്പിൾ പ്രൈം ഉണ്ട്, അത് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ n എന്ന് പറഞ്ഞാൽ എന്ത് ഡെറിവേറ്റീവ് വരെ അതിനകത്ത് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഓർഡർ n എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക. നിങ്ങൾ എഴുതണം, എന്നിട്ട് എക്സാമ്പിൾ എഴുതണം. അതിന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സെഡ് ടു ബി ആൻ ഓർഡർ ഓഫ് n if n the derivative of the unknown function y is the highest derivative of y in the equation. The concept of order gives a useful classification into ODE of first order, second order and so on. Thus, equation 1 is of first order, 2 is of second order and 3 is of third order. ഞാൻ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെൻ്റ് ഇടും, അത് അല്ലാതെ നമ്മുടെ ഗൂഗിൾ മീറ്റിങ്ങിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പറയുന്ന ആൾക്കാർ ആൻസർ പറയണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് ഓർഡർ ചോദിക്കും. അപ്പോൾ പഠിച്ചോളുക. ഇനി നോക്കുക, ഡിഫറൻഷ്യൽ ഇക്വേഷനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് അതിൻ്റെ ഇംപ്ലിസിറ്റ് ഫോമും മറ്റത് എക്സ്പ്ലിസിറ്റ് ഫോമും. അത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണും, പിന്നെ y കാണും, പിന്നെ എക്സ് അല്ലെങ്കിൽ എക്സിൻ്റെ നോൺ ഫങ്ഷൻ കാണും, കോൺസ്റ്റൻറ്റുകൾ കാണും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 0. റൈറ്റ് സൈഡ് നമ്മൾ 0 എന്ന് എഴുതും. ഇങ്ങനെ എഴുതിയാൽ ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറയും. ഇനി അങ്ങനെ അല്ലാതെ ഞാൻ dy/dx ഒരു സൈഡിലും ബാക്കിയെല്ലാം അടുത്ത സൈഡിലുമാക്കി എഴുതി കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലിസിറ്റ് ഫോമാകും. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഞാൻ കൊടുത്തിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ സ്ലൈഡിൽ ലാസ്റ്റ് 2 ലൈൻ നോക്കുക. സെക്കൻഡ് ലാസ്റ്റ് ലൈൻ x⁻³ is equal to 0. അതായത് റൈറ്റ് സൈഡ് ഞാൻ 0 ആക്കി എഴുതി ഒരു സൈഡ്, ബാക്കിയെല്ലാം ഇപ്പുറത്തെ സൈഡിൽ എഴുതി. അതിനകത്ത് x⁻³ ഉണ്ട്, y dy/dx ഉണ്ട്, y³ ഉണ്ട്. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്നവരാണ് ഇംപ്ലിസിറ്റ് ഫോം. ഇനി ഇതേ ഇക്വേഷനിൽ തന്നെ ഞാൻ dy/dx ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലാണ് എഴുതുന്നത് എങ്കിൽ ആദ്യം ഞാൻ ആ 4y³ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ അത് പ്ലസ് ആകും 4y³. പിന്നെ y ഡാഷിൻ്റെ കൂടെ ഇവിടെ x⁻³ ഉണ്ട്, അത് അപ്പുറം ചെല്ലുമ്പോൾ x³ ആവും. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷനെ അതേപടി ഞാൻ മാറ്റി എഴുതി dy/dx മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുകയാണ് എങ്കിൽ ദാറ്റ് ഇക്വേഷൻ ഈസ് y ഡാഷ് ഈസ് ഈക്വൽ ടു 4x³ y³. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് ദ എക്സ്പ്ലിസിറ്റ് ഫോം ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ഇതിൻ്റെ ബാക്കി ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ ബാക്കി